കണ്ടോ? ഓരോ ദിവസങ്ങളിൽ ദൈവം പുതിയത് പുതിയത് പഠിപ്പിച്ചു തരും നമ്മളെ. യോഹന്നാൻ 6:45, യേശയ്യ 54:13. അതുകൊണ്ട് കൃപ വരണം. കണ്ടോ? കൃപ വരുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് സംഭവിക്കുന്നു നോക്കണമേ എന്നല്ല. 2 കൊരിന്ത്യർ 13:8 എന്താ പറഞ്ഞത് വിശുദ്ധ പൗലോസ്? സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. മനസ്സിലായോ? കൃപ വന്നാല് എന്താ കേട്ടത്? സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. സാധ്യമാണോ? അത് കടപ്പുറം പഠിക്കണം. അല്ലെങ്കിൽ സത്യം വളച്ചൊടിക്കും. കണ്ടോ? ഈ വചനമൊക്കെ എടുത്ത് വളച്ചൊടിച്ചാൽ വളരെ എളുപ്പമാണ്. എല്ലാത്തിനും തെറ്റിക്കാം. കേട്ടോ? അതാണ് മിസ്റ്റർ പത്രോസ് പറഞ്ഞത്. 2 പത്രോസ് 1:20-21 മിസ്റ്റർ പൗലോസ് ആയിട്ട് പറഞ്ഞു, ഒന്ന് വെട്ടി കത്തി വെച്ച് വെട്ടി പറഞ്ഞു. 2 കൊരിന്തോസ് 2:17 മായം ചേർക്കാത്ത വചനം. ഇത് കച്ചവടത്തിനുള്ളതല്ല, പണം ഉണ്ടാക്കാനുള്ളതല്ല വചനം, ധനസമ്പാദനത്തിലുള്ള വചനമല്ല, ഈശ്വരന്റെ വചനം. ആ വചനം പറയുന്നവർ തന്നെ വിശുദ്ധരായിരിക്കണമെന്ന് 1 തെസ്സലോനിക്ക 2:4 ശുദ്ധ മനസാക്ഷി പാലിക്കണമെന്ന് അപ്പോസ്തല പ്രവർത്തനം 24:16 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 23:1 പറയുന്നവൻ കേൾക്കുന്നവര് എന്ത് ചെയ്യണം? പറയാമോ വചനം? യെശയ്യാ പ്രവാചകൻ 66:2-5 വിറക്കണം. കേൾക്കുമ്പോൾ നമ്മൾ അനുതാപത്തോടെ എഴുതി വേണം കേൾക്കാൻ വചനം. ആദ്യകാലത്തൊക്കെ അങ്ങനെയാണ്. ഞാൻ 4 കൊല്ലത്തോളം ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരുന്നത് അനുതാപത്തോടെയായിരുന്നു. കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഭർത്താവിനെ ജീവിച്ചപ്പോ കരഞ്ഞു കാണും. അല്ലാതെ കരഞ്ഞിട്ടുണ്ടോ? അതെന്തിനെ പറ്റി ഓർത്ത് കരഞ്ഞു? എന്തിനെ ഓർത്ത്? കരയാത്തോട്ടാ കിട്ടാത്തത്? ഇങ്ങനെ ഇരിക്കണത് കരയാമായിട്ടോ എല്ലാം ഇങ്ങനെ മുതുമക്കന്മാരൊക്കെ ഇങ്ങനെ മത്തടിച്ചിരിക്കാൻ. മത്തായി 26:75 പത്രോസ് പോയി പൊട്ടിക്കരഞ്ഞോ? കർത്താവിനോട് തള്ളിപ്പറഞ്ഞില്ലേ? മത്തായി 26 69-25 ലൂക്ക 22 61-62 മത്തായി പോയി പൊട്ടിക്കരഞ്ഞോ? കണ്ടോ? ചെയ്തുപോയ പാപബോധം. അവിടെയാണ് പാപബോധം വന്നത്. അതാ ഈശോ പറഞ്ഞത് മർക്കോസ് 1:15 അനുഭവിച്ചാൽ മാത്രമേ ഈ സുവിശേഷത്തെ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് കക്ഷത്തിൽ വെച്ച് നടക്കാം. ഇതിന് നല്ലത് ഗീതയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഖുറാനാണെന്ന് പറയാം. കേട്ടിട്ടില്ലേ പലതിന്റെ വർത്തമാനം? ജഡിക മനുഷ്യര് റോമ 8:7 ജഡിക താല്പര്യത്തിൽ മൊഴിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുകയില്ല, അത് കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. യാക്കോബ് 4:4 ഈ ലോകത്തുള്ള മൈത്രിയാണ്. ഈ ലോകത്തുള്ള മൈത്രി. അതുകൊണ്ട് അവനെല്ലാം മോശത്തരമാണ്. 1 കൊരിന്ത്യർ 2:14 ദൈവത്തിന്റെ ദാനങ്ങളും പരിശുദ്ധാരുടെ ഫലങ്ങളും ദാനങ്ങളും എല്ലാം അവർക്ക് മോശത്തരമാണ്. അവരതൊന്നും വിശ്വസിക്കില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മനസ്സാന്തരപ്പെട്ട വന്ന നമുക്ക് 1 കൊരിന്ത്യർ 1:18 ദൈവ കുരിശിന്റെ വഴി ശക്തിയാണ്. കണ്ടോ? റോമ 1:16-17 ഈ ശക്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോ കണ്ടോ? അത് ദൈവം വെളിപ്പെടുത്തി തരുന്നു. ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ കരുണ കിട്ടുമ്പോഴാണ് കരഞ്ഞുകൊണ്ട് നടക്കണം. കർത്താവേ ഞാൻ പാപിയാണേ. ഇല്ലേ? സങ്കീർത്തനം 32 അത് പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും കാണാപ്പെടാൻ അറിയാമോ? സങ്കീർത്തനം 32 കൈവക്ക്. അല്ല, സിനിമ പാട്ട് അറിയുന്നത് കൈവക്കിട്ടല്ലേ? എല്ലാം നോക്കും ഇല്ലേ? സിൽക്ക് സ്മിതയെ പറ്റി അറിയാനുള്ള കേട്ടിട്ടുള്ള കൈവക്കാമോ? സകലതും നോക്കും ഇല്ലേ? പറ. സങ്കീർത്തനം 32 അറിയാനുള്ള കൈവക്കാൻ പറഞ്ഞ ആരുമില്ല. കണ്ടോ? ഈശോ തന്റെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ചെയ്ത സങ്കീർത്തനമാണ് 113-118 ഒന്ന് നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ചെല്ലി നോക്കാമോ? ആ പേരിന്ന് ഉറങ്ങും. അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയിനി ഒരു എക്സ്പീരിയൻസ് വേണ്ടേ? ചെയ്യണ്ടേ? ഇങ്ങനെ ഇരുന്നാ മതിയാ? ചില വീട്ടിൽ ചെന്നിട്ട് സങ്കീർത്തനം 113-118 വായിച്ച ചിലപ്പോ വീട്ടിലെ കാർന്നേരുന്നുണ്ട്, ചിലപ്പോ നിങ്ങളും ഇരുന്നുണ്ട്. ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്.
ഈ സങ്കീർത്തനങ്ങൾ വായിക്കുക. ഈശോ അത് കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ഈ സങ്കീർത്തനം ചൊല്ലിയത്. 6 സങ്കീർത്തനം ഒന്നിച്ച്. അതാണ് സങ്കീർത്തനത്തിന്റെ ശക്തി. ഈ സങ്കീർത്തനം നിങ്ങളുടെ ആത്മാവിന്റെ കൂടെ വരികയാണ്. സങ്കീർത്തനം 119:11 ഇത് ഹൃദയത്തിൽ വരുമ്പോ പാപം ചെയ്യാൻ സാധിക്കില്ല. വരാത്തത് കൊണ്ടാണ്. കണ്ടോ, നിന്റെ നിക്ഷേപം എവിടെയാണ്? അവിടെയാണ് നിന്റെ ഹൃദയം. മത്തായി 6:21 കണ്ടോ, വിഗ്രഹാരാധന എന്തെല്ലാം തരത്തിലുള്ളതാണ് കയറ്റി ഹൃദയത്തിൽ വെച്ചിരിക്കണത് ഇല്ലേ? എവിടെയാണ്? ഇസക്കർ പ്രവാചകൻ 14:1-9 വനത്തില് ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കണമെന്ന് ആലോചിച്ചു ഓരോരുത്തരും. ഭാര്യയാണ്, ഭർത്താവാണ്, മൂത്ത മകളാണ്, മൂത്ത മരുമകനാണ്, അല്ലെങ്കിൽ ആ പേഴ്സാണോ, അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് ആണോ, എന്താണ് ഇപ്പൊ ഇരിക്കുന്നത് ഓർത്തു നോക്ക്. അതാണ് വിഗ്രഹാരാധന. മനസ്സിലായ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കൊളോസസ് 3:5 ഏറ്റവും വലിയ വിഗ്രഹാരാധന ദ്രവ്യാസക്തിയാണ്. കണ്ടോ, ഈ ആത്മാവിൽ വളരാത്തവൻ പറയും അതാണ് ഇതാണെന്ന് പറയും. ഏറ്റവും വലിയ വിഗ്രഹാരാധന ഈ ദ്രവ്യത്തോടുള്ള ആസക്തിയാണ്, പണത്തിനോടും സ്വർണത്തിനോടും. കണ്ടു, അതെല്ലാം ദൈവത്തിന് ദാനം മാത്രം, അനേക ദാനങ്ങള്. അതാണ് തോബിത്ത് 4:21 പറയുന്നത്. എന്താണ് ആ തോബിത്ത് 4:21? പ്രവാചകന്മാരെല്ലാം പറയുന്നത്. മത്തായി 6:33 ഈശോയും പറയുന്നത്, ആദ്യം എന്റെ നീതിയും എന്റെ ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിനക്ക് തന്നോളാം. തരുമാ ദൈവം? തീർച്ചയായിട്ടും തരും. വയസ്സുണ്ട്. തോബിത്ത് 4:21 മകനെ നമ്മൾ ദരിദ്രരായി തന്നത് നിനക്ക് ആദ്യം വേണ്ട. മകനെ നമ്മൾ ദരിദ്രരായി തീർന്നത് നിനക്ക് കുറച്ച് നഷ്ടം വന്നെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അത് വന്നു ആദ്യമാണ്. പിന്നെ ഉറക്കവുമില്ല, ഒന്നുമില്ല, എവിടെ ചെന്നാലും ഇത് തന്നെയാണ് സംസാരമില്ലേ? എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. അതാണ് പറയണത്, നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കും. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അതാണ് പ്രധാനം. അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ, അവിടുത്തെ നീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കയ്യിൽ. നിനക്ക് ചെറുതോ വലുതോ എടുക്കാൻ പറ്റാത്ത സമ്പത്താവും കൈവരും. അവ വരുമ്പോ എന്ത് വരും? ഫോണിലാ TV തലയിൽ കയറ്റി വെക്കും. കണ്ടോ, ഒന്നിലാ TV മാറ്റാൻ പറഞ്ഞാൽ എന്ത് പറയും? ഏറ്റവും ബെസ്റ്റ് TV ആണെന്നല്ലേ? കണ്ടോ, ആ കോട്ടയത്ത് ആ കൊച്ച് മാറ്റാൻ പറഞ്ഞു പറ്റില്ല. അവസാനം ആ കൊച്ചതിന്റെ അടിയിൽ പോയി മരിച്ചു. ഒന്നിലാ TV കുഞ്ഞും കൂടി അടിയിൽ പോയി. കണ്ടോ, ഒന്നിടാതെ അർത്ഥം എന്താണെന്ന് പറയാം? മൈ ലെവൽ. ഒളിടാ 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 എന്ന് പറഞ്ഞാൽ എന്തായി? ഒന്ന് വിളിച്ചു പറയാം കുറെ സമയം. നമ്മൾ ജീസസ് 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 എന്ന് പറയുന്ന പോലെ ഒളിടാ ഒളിടാ ഒളാ പറഞ്ഞാല് മറ്റവൻ വരും. ആരെ വിളിക്കുന്നവനെത്തും ഇല്ലേ? യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും എന്റെ പിതാവും കൂടി നിങ്ങൾ വന്ന് വാസമുറപ്പിക്കും. അതിന്റെ ഓപ്പോസിറ്റാ. ആരും വാസമുറപ്പിക്കും. അതുകൊണ്ടാണ് ചിലര് കർത്താവിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കും. 1 തിമോത്തി 1:19-20 വചനം കൊടുക്കുന്നുണ്ട്, സ്വീകരിക്കുന്നില്ല. നീ പിടിച്ചോടാ, പൊയ്ക്കോ. കണ്ടോ, അങ്ങനെ കൊടുക്കും. ആ സമയത്താണ് സങ്കീർത്തനം 107 ആ 10-20 വചനത്തില് നമ്മളെ പീഡിപ്പിക്കാൻ തുടങ്ങും. വായിച്ചേ, അത് വായിക്കുക. സങ്കീർത്തനം അത് വലിയൊരു അറിവാണ് നമുക്ക്. കേട്ടോ, ഈ സങ്കീർത്തനങ്ങളൊക്കെ വെറുതെ ഉണ്ടായതാണോ? പലരും ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാം അനുഭവങ്ങളാണ്. നിങ്ങൾ സങ്കീർത്തനങ്ങളോട് കടന്നു പോകും. അല്ലെങ്കിൽ നോക്കിക്കോളണം, സങ്കീർത്തനം 77 കൂടി കൃപ വരുന്നവരെല്ലാം കടന്നു പോകും. ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചു കൂട്ടും, ലാമെന്റേഷൻ നടത്തും. ലാമെന്റേഷൻ എന്താണ്? വിലാപങ്ങള്. എന്റെ കർത്താവേ, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് ഉറക്കമില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ലേ, നോക്കാൻ പറ്റണില്ലേ, കേട്ടോ, കൊത്തിയെല്ലാം പറ്റണില്ലേ, പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ, ഭർത്താവിനെ കാണുന്ന പിശാച് കാണുന്ന പോലെയാണ്, കണ്ടോ, മക്കളെ കാണുന്നത് അങ്ങനെയാണ്. ഈ അവസ്ഥകൾ കൊണ്ടു നടക്കും. എന്തിനാണ്? ദൈവം കൃപ വർദ്ധിപ്പിക്കാനാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാണ് ലാമെന്റേഷൻ, വിലാപങ്ങള്. 1-5 അധ്യായവും വായിക്കണം. അതാണ് കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത്.
ഇപ്പൊ പലരും പാപം ചെയ്ത് നടക്കുന്നില്ലേ? അവർ നടക്കട്ടെ. അവർക്കും ദൈവം കൃപ കൊടുക്കുന്ന സമയം വരും. റോമ 11 30-31 വനത്തില് അവർ വരുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലായിരിക്കുമോ പുറകിലായിരിക്കുമോ? നിങ്ങളുടെ മുമ്പിലായിരിക്കും. ചിലപ്പോൾ അറിയാനായിരിക്കും. കുട്ടിച്ചു നടക്കുന്ന അറിയാം. കണ്ടോ? ഇല്ലേ? ഏറ്റവും കുടിച്ചു നടക്കുന്നവർക്ക് ഇവിടെ ഇല്ലായിരുന്നോ? എന്താ ഇപ്പൊ പോകാത്തത്? ഇപ്പൊ എന്റെ ക്ലബ്ബ് വേണ്ടേ? എത്ര കൂട്ടുകാരാണ് ക്ലബില്? വല്ല ഉണ്ടായിരുന്നോ? നീ വരുമോ? വലിയല് നിങ്ങളെ കാണുമ്പോ തന്നെയാണ് ഒരിക്കല്. ഈ കൃപ വരുമ്പോ കൃപയാണ് എല്ലാത്തിനും പേര്. കൃപ ആരാണ്? ഈശോ. യോഹന്നാൻ സുവിശേഷം 1:14-17 വരെ കണ്ടോ? അത് ലൗകിക ജീവിതമാണ്. നമ്മള് ആത്മീയ ജീവിതത്തിലോട്ട് വലിയാണ്. 2